ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആലയത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദക്ഷിണേന്ത്യ സഭ എന്ന ചിന്തയ്ക്കായി ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ചയായ ഇന്ന് നൽകിയിരിക്കുന്ന ചിന്താവിഷയം സൗഖ്യത്തിൻ്റെ ഇടമാകുന്ന കുടുംബം എന്ന ഫാമിലി ആസ് ഹീലിംഗ് സ്പേസ്. കുടുംബ ഞായറാഴ്ചയായിട്ടാണ്, ഫാമിലി സൺഡേ ആയിട്ടാണ് സഭ ഇന്ന് ആചരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, മാർത്തോമാ സഭകളും ഇന്ന് ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. സൗഖ്യത്തിൻ്റെ ഇടമാകുന്ന കുടുംബം. കുടുംബം എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടി വരുമ്പോൾ ഇമ്പം പകരുന്ന, സുഖം പകരുന്ന, പരിപോഷിപ്പിക്കുന്ന, ഊട്ടി വളർത്തുന്ന, പരസ്പരം സ്വയം ദാനം ചെയ്യുന്ന ഇടം എന്നൊക്കെയാണ് കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം. ഭാരതീയ തത്വസംഹിത അനുസരിച്ച് ഒരു പുരുഷാർത്ഥ ധർമ്മത്തിലെ ഗൃഹശാസ്ത്ര കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ് കുടുംബം. ഒരു പുരുഷൻ വിവാഹിതനായി മക്കളോടൊപ്പം കുടുംബമായി പാർക്കുന്ന അനുഭവത്തെയാണ് കുടുംബമെന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, പണ്ടുകാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും ഒക്കെയായി, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ആയിട്ട് ഒരു വലിയ സമൂഹം ഒരുമിച്ച് ഒരു വലിയ കൂട്ടമായി ജീവിച്ചിരുന്നൊരു അനുഭവം. അവിടെ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ചുരുങ്ങി സൃഷ്ടിച്ച് ഇന്ന് അടുകുടുംബ വ്യവസ്ഥ ഇതിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും എന്ന തലത്തിലേക്ക് എത്തി. അവിടെ നിന്നും ചുരുങ്ങി ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായി കുടുംബമായി തീരുന്ന ഒരു അനുഭവം ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ചും പഴയ നിയമഭാഗത്തിൽ, അപ്പനും അമ്മയും മക്കളും ദാസീദാസന്മാരും ഒക്കെ ചേർന്നതാണ് ഒരു കുടുംബം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് കുടുംബം സൗഖ്യത്തിന്റെ ഇടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫാമിലി ആസ് എ ഹീലിംഗ് സ്പേസ്. സൗഖ്യം നൽകുന്ന, സുഖപ്പെടുത്തുന്ന ഒരിടമാണ് കുടുംബം എന്നാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഇവിടെ പ്രതിപാദിപ്പിക്കുന്ന സൗഖ്യം എന്ന് പറയുന്നത് കേവലം രോഗത്തിൻ്റെ സൗഖ്യമല്ല, രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചല്ല ഇന്നത്തെ ചിന്താവിഷയത്തിൽ പറയുന്ന കുടുംബം സൗഖ്യത്തിൻ്റെ ഇടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കുടുംബം സൗഖ്യത്തിൻ്റെ ഇടം എന്നതുകൊണ്ട് വേദപുസ്തകം അല്ലെങ്കിൽ വചനം അർത്ഥമാക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത് കുടുംബത്തിലാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണവും ഒരു മനുഷ്യന്റെ വിശ്വാസ രൂപീകരണവും ഒക്കെ പ്രഥമമായി ആരംഭിക്കുന്നത് കുടുംബമാണ്. ദേവാലയവും സമൂഹവും വിദ്യാലയവും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ വരുന്നത് പിന്നീടാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ സ്വഭാവവും ഒരു മനുഷ്യന്റെ വിശ്വാസവും രൂപപ്പെടുന്നത് കുടുംബത്തിലാണ്. അങ്ങനെയെങ്കിൽ കുടുംബം നൽകുന്ന സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനത അല്ലെങ്കിൽ കുറവുകളുള്ള വ്യക്തിക്കോ ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയ്ക്കോ മാറ്റം കൊണ്ടുവരിക, ആ കുറവിനെ തികവാക്കി മാറ്റുക, ആ ബലഹീനതയെ രൂപാന്തരപ്പെടുത്തുക എന്നതൊക്കെയാണ് കുടുംബം നൽകുന്ന സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും സ്വഭാവ വൈതരണികൾ, കുറവുകൾ ഉണ്ടെങ്കിൽ ആ സ്വഭാവത്തെ പോളിഷ് ചെയ്ത് ഉത്തമനാക്കി അവനെ മാറ്റുക എന്നതാണ് കുടുംബം നൽകുന്ന സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കുറവുകളും ബലഹീനതകളെയും സുഖപ്പെടുത്തുന്ന ഇടമാണ് കുടുംബം. ഞാൻ പറഞ്ഞുവല്ലോ, ബാക്കിയൊക്കെ പിന്നീട് വരുന്നതാണ്. ദേവാലയവും വിദ്യാലയവും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ പിന്നീടാണ്, രണ്ടാമത് വരുന്നതാണ്. പ്രഥമമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബലഹീനതകളെയും കുറവുകളെയും സുഖപ്പെടുത്തുന്ന ഇടമാണ് കുടുംബം. അതുകൊണ്ടാണ് കുടുംബം സൗഖ്യത്തിന്റെ ഇടമെന്ന ചിന്താവിഷയം നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് കുടുംബാംഗങ്ങളിലെ അപൂർണതകൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ തിരുത്തലുകൾ നടത്തി അവയെ ക്രമപ്പെടുത്തുന്ന പ്രക്രിയയാണ് കുടുംബം നൽകുന്ന സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ സർവ്വവിധമായ മേഖലകളെയും സ്വാധീനിച്ച് അവനെ അല്ലെങ്കിൽ അവളെ ഒരു മനുഷ്യനായി മാറ്റുന്നതിൽ കുടുംബം നിർവഹിക്കുന്ന പങ്കിനെയാണ് സൗഖ്യം നൽകുന്ന ഇടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രോഗിയായ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയി ആവശ്യമായ ചികിത്സകൾ നേടി ആ രോഗത്തിൽ നിന്ന് അവൻ മോചനം നേടുന്നത് എങ്ങനെയാണോ അപ്രകാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആന്തരികമാകുന്ന കുറവുകൾ പരിഹരിക്കപ്പെടുന്നതാണ് കുടുംബം നൽകുന്ന സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങൾക്കും അത്തരമൊരു സൗഖ്യത്തിന്റെ ഇടമായി വർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ
കാലഘട്ടത്തിൻ്റെ വലിയൊരു അപജയമായി നാം കാണേണ്ടതുണ്ട്. പല കുടുംബങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സൗഖ്യം, സുഖം പകരുവാൻ, ബലഹീനതകളെ, കുറവുകളെ ചൂണ്ടിക്കാണിച്ച് പരിഹരിച്ചു നൽകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബത്തിന് കഴിഞ്ഞെങ്കിലല്ലേ സഭയ്ക്കും ദേവാലയത്തിനും വിദ്യാലയത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട പല കുടുംബങ്ങളും ദൗർഭാഗ്യവശാൽ ഇമ്പത്തിന് പകരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് നാളുകളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സൗഖ്യത്തിൻ്റെ ഇടമാകേണ്ട നമ്മുടെ കുടുംബങ്ങൾ ദുരന്തത്തിൻ്റെ അനുഭവങ്ങൾ ജനിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും? എങ്ങനെ കുടുംബം സൗഖ്യത്തിൻ്റെ ഒരു ഇടമാക്കി, സൗഖ്യം നൽകുന്ന ഒരു താഴ്വരയാക്കി കുടുംബത്തെ മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന, അതിന് സഹായമാകുന്ന ഒരു ചിന്ത മാത്രം നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ഇന്ന് വിരമിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്നത്തെ പാഠഭാഗമായി വായിച്ച 3 ഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് നൽകാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ കുടുംബങ്ങൾ സൗഖ്യം നൽകുന്ന ഇടമായി പരിണമിക്കണമെങ്കിൽ, നമ്മുടെ ബലഹീനതകളെ സുഖപ്പെടുത്തുന്ന ഇടമായി പരിണമിക്കണമെങ്കിൽ, കുടുംബം നന്മ തിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടമായി തീരണം. ഞാനും നിങ്ങളും അധിവസിക്കുന്ന കുടുംബം നന്മ തിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടമായി തീരണം. എങ്കിൽ മാത്രമേ അത് സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഇടമായി മാറുകയുള്ളൂ. The family should be a place where we become aware of good and evil. നന്മ എന്തെന്നും തിന്മ എന്തെന്നും വേർതിരിച്ചറിയുന്ന ഇടമായി ഞാനും നിങ്ങളും അധിവസിക്കുന്ന കുടുംബങ്ങൾ മാറണം. ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗത്തിൽ വർഷങ്ങളുടെ വൈരാഗ്യം കൊണ്ട് തമ്മിൽ അകന്നു ജീവിച്ചിരുന്ന സഹോദരങ്ങൾ ഒന്നിച്ചു ചേരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് പഴയ നിയമ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം. ബദ്ധശത്രുക്കളായി പിരിഞ്ഞ 2 സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് വരുന്ന ഒരു അനുഭവം, ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തെയാണ് വേദഭാഗം വിവരിച്ചിരിക്കുന്നത്. ജ്യേഷ്ഠ അവകാശവും പിതാവിനെ ചതിച്ച് സൂത്രത്തിൽ അനുഗ്രഹവും നേടിയെടുത്ത ശേഷം ഏശാവ് തന്റെ മൂത്ത സഹോദരനായ ഏശാവിനെ ഭയന്ന് മാതൃ സഹോദരനായ ലാബാന്റെ ഭവനത്തിൽ അഭയം പ്രാപിച്ച് അവിടെ ഒട്ടനവധി ദുരന്തങ്ങൾ തന്റെ ജീവിതത്തിൽ നേരിട്ട് ഒരു വലിയ പാഠമൊക്കെ ജീവിതത്തിൽ പഠിച്ച് മനം തിരിഞ്ഞ് തിരികെ വരുന്ന യാക്കോബും ഏശാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂടിച്ചേരലിന് കാരണമായ സംഭവം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തമ്മിൽ വേർപിരിയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒട്ടനവധി കാരണങ്ങളുണ്ട്. എന്നാൽ ഏശാവും യാക്കോബും തമ്മിൽ ദീർഘകാലത്തേക്ക് പരസ്പരം കാണുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭയചകിതരായി അകന്നു ജീവിച്ചതിന്റെ കാരണം രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ യാക്കോബിന്റെ പഴയ ജീവിതത്തിലേക്ക് അല്പനേരത്തേക്ക് ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം. ഏശാവിന്റെയും യാക്കോബിന്റെയും അപ്പനായ ഇസ്ഹാക്ക് മരണപ്രാണനായി കിടക്കുകയാണ്. തന്റെ ജീവിതത്തിലെ ഒടുവിലത്തെ ആഗ്രഹമെന്നോണം മൂത്ത മകനായ ഏശാവിനെ അടുക്കൽ വിളിച്ചിട്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് മൂത്ത മകനായ നിനക്ക് എന്റെ വിശ്വാസമനുസരിച്ച് എന്റെ അനുഗ്രഹങ്ങൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഞാൻ എന്റെ അനുഗ്രഹങ്ങൾ പകർന്നു നൽകേണ്ടതിനായി നീ എനിക്ക് ഇഷ്ടമുള്ള വേട്ട ഇറച്ചി വേട്ടയാടി കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് തരേണമെന്ന് മൂത്ത മകനായ ഏശാവിനോട് അറിയിക്കുകയാണ്. ഏശാവ് അപ്പന്റെ ആഗ്രഹ സഫലീകരണത്തിനായി കാട്ടിലേക്ക്, വനാന്തരത്തിലേക്ക് പോകുമ്പോൾ ഇത് മാറി നിന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്ന അമ്മയായ റിബേക്ക ഇളയ മകനായ യാക്കോബിനെ വിളിച്ച് സൂത്രത്തിൽ മൂത്ത മകനായ ഏശാവിന്റെ വേഷമൊക്കെ ധരിച്ച് ചതിയിലൂടെ, ഉപായത്തിലൂടെ അപ്പനിൽ നിന്ന് നേടേണ്ട അനുഗ്രഹം, മൂത്ത മകന് ന്യായമായി ലഭിക്കേണ്ട അനുഗ്രഹം യാക്കോബ് നേടിയെടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതിന് കാരണക്കാരിയായി തീരുന്നത് അമ്മ റിബേക്കയുടെ പ്രോത്സാഹനമായിരുന്നു. അതായത് പണ്ടേ തന്നെ യാക്കോബിന്റെ സ്വഭാവത്തിൽ തനിക്ക് അർഹമല്ലാത്തത് അന്യായമായി നേടണമെന്നൊരു തെറ്റായ ചിന്താഗതി യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ തളർന്ന് ക്ഷീണിതനായി വരുന്ന ഏശാവിന്റെ മുൻപിൽ
യാക്കോബ് ഉണ്ടാക്കിയ പായസത്തെ വെച്ചൊരു ചൂതാട്ടം യാക്കോബ് നടത്തുന്നുണ്ട്. ഈ പായസം നിനക്ക് വേണമെങ്കിൽ നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് പ്രതിഫലമായി നൽകണം. ക്ഷീണിതനായ ഏശാവ്, അല്ലെങ്കിൽ പായസത്തിന്റെ കൊതിയിൽ മതിമറന്നു പോയ ഏശാവ് തന്റെ സഹോദരനായ അനുജനായ യാക്കോബിന് തന്റെ ജ്യേഷ്ഠാവകാശം ദാനമായി നൽകുകയാണ്. അന്യായമായി തനിക്ക് അവകാശമല്ലാത്തത് നേടിയെടുക്കാനുള്ള ഒരു തീക്ഷ്ണത, ആഗ്രഹം, ദുസ്വഭാവം യാക്കോബിന്റെ ജീവിതത്തിൽ അന്തർലീനമായിരുന്നു നന്നേ ചെറുപ്പത്തിലെ. അതറിയാമായിരുന്നിട്ടും അമ്മ റിബേക്ക അത് തിരുത്തുന്നില്ല എന്നുള്ളതാണ് 27-ാമത്തെ അധ്യായത്തിൽ അപ്പന്റെ മുൻപിൽ അഭിനയിച്ച് ഫലിപ്പിക്കുവാനുള്ള നാട്യവശങ്ങളും പറഞ്ഞുകൊടുത്ത് അമ്മ റിബേക്ക ഇളയമകനായ യാക്കോബിനെ ഏശാവ് എന്ന നിലയിൽ അപ്പന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, യാക്കോബിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന ആ ബലഹീനത സൗഖ്യമാക്കേണ്ട ഇടമായിരുന്നു ഏശാവിന്റെയും യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും അമ്മ റിബേക്കയുടെയും ഇടമായ കുടുംബം. ആ സ്വഭാവത്തിൽ നിന്ന് യാക്കോബിനെ പിന്തിരിപ്പിക്കേണ്ട ആളായിരുന്നു അമ്മയായ റിബേക്ക. അവന്റെ സ്വഭാവത്തിന്റെ വൈകൃതത്തെ രൂപപ്പെടുത്തി അവനെ നല്ലൊരു പൗരനാക്കി മാറ്റാൻ ഏറ്റവും ശ്രമിക്കേണ്ട വ്യക്തിയായിരുന്ന അമ്മയായ റിബേക്കയാണ് വീണ്ടും തെറ്റ് ചെയ്യുവാൻ, തിന്മ പ്രവർത്തിപ്പാൻ അപ്പന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. യാക്കോബിന്റെ സ്വഭാവത്തിലെ ബലഹീനതയുടെ സൗഖ്യം സംഭവിക്കേണ്ട ഇടത്തിൽ അവന്റെ ബലഹീനത വർദ്ധിപ്പിക്കുന്ന, സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഇതൊക്കെ സാരമില്ല എന്ന ചിന്താഗതിയിൽ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന അമ്മയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തിന്മ ചെയ്യാൻ പ്രോത്സാഹനവും ഒത്താശയും ചെയ്തത് അമ്മയാണ്, റിബേക്കയാണ് എന്നുള്ളത് സങ്കടകരമായ അനുഭവമാണ്. പിന്നീടുള്ള യാക്കോബിന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചയ്ക്കും, പ്രത്യേകിച്ച് തന്റെ അമ്മാവനായ ലാബാന്റെ വീട്ടിൽ യാക്കോബ് അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും, യാക്കോബ് അനുഭവിക്കുന്ന അനീതിക്കും, യാക്കോബ് നേരിടുന്ന നിന്ദയ്ക്കും പരിഹാസത്തിനുമൊക്കെ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അവനെ തിരുത്തേണ്ട സമയത്ത് അവന്റെ ഭവനത്തിൽ ആ തിരുത്തലിനുള്ള അവസരമില്ലായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിട്ടും ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് അവനെ രൂപപ്പെടുത്തേണ്ടുന്ന വ്യക്തികൾ തന്നെ അവനെ തെറ്റിലേക്ക് തള്ളിയിട്ടുന്ന അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. കുടുംബം നന്മ തിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടം ആകണം. കുടുംബം നന്മ തിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടമാകണം. പറയുമ്പോൾ സങ്കടമുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണല്ലോ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിൽ ലേഖന ഭാഗമായി വായിച്ചത്. അവിടെ വ്യക്തമായി വചനം പറയുന്നുണ്ട്, 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പറയുന്നത് ഞാനല്ല, തിരുവചനമാണ്. തെറ്റിനെ തെറ്റെന്ന് പറയാനും ശരിയെ ശരിയെന്ന് അംഗീകരിക്കുവാനും നമ്മൾ മടിക്കരുത്. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ സ്ഥാനമോ മാനമോ പദവികളോ മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന തെറ്റിദ്ധാരണയോ ആശങ്കയോ ഒരു തടസ്സമായി വരരുത്. വചനം പറയുകയാണ്, തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാനും നിങ്ങളും അലങ്കരിക്കുന്ന സ്ഥാനങ്ങളോ മാനങ്ങളോ പദവികളോ മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന തെറ്റിദ്ധാരണകളോ ഒരു തടസ്സമായി മാറരുത്. അത് ഒരിക്കലും നന്മയ്ക്കായിരിക്കില്ല, തിന്മയ്ക്ക് കാരണമാവുകയുള്ളൂ. ഇന്ന് ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ആ പേടി നമ്മുടെ തലമുറകളെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കില്ല. പ്രിയമുള്ളവരെ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാനും നിങ്ങളും മടിക്കരുത്. ഇന്ന് രാവിലെ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, ഞാൻ അത് വീണ്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: അധ്യാപകർക്ക് അവരുടെ വടി തിരികെ നൽകൂ, അവർ വീണ്ടും അച്ചടക്കമുള്ള തലമുറയെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അധ്യാപകർക്ക് അവരുടെ വടി വീണ്ടും തിരികെ നൽകൂ, അവർ അച്ചടക്കമുള്ള തലമുറയെ സൃഷ്ടിക്കും. ഇന്ന് കലാലയങ്ങളിൽ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുവാനോ എന്തിന് വടിയെടുത്തൊരടി കൊടുക്കുവാൻ പോലും അവകാശമില്ലാതെ ആയിരിക്കുകയാണ്. കുഞ്ഞിനെ തല്ലിയാൽ ചോദിക്കാൻ പോകുന്നത് അതിന്റെ ന്യായാന്യായങ്ങളൊന്നും അന്വേഷിക്കുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കാൻ പോകുന്നത് അപ്പനും അമ്മയുമല്ലേ? നിങ്ങൾക്ക് എന്തധികാരമാണ് എൻ്റെ കുഞ്ഞിനെ തല്ലാനെന്ന് ചോദിക്കുന്ന അപ്പനും അമ്മയും ഇന്നുണ്ടായിരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുവാനും അവരെ നേരായ മാർഗത്തിൽ നയിക്കുവാനും അധ്യാപകർക്ക് അവകാശമില്ല, പുരോഹിതർക്ക് അവകാശമില്ല, സഭാപ്രഭുക്കന്മാർക്കും അവകാശമില്ല. അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയാമോ? നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നില്ല. ഫലം എന്താണ്? തലമുറകൾ തെരുവിൽ കിടന്ന നാട്ടുകാരുടെയും നിയമപാലകരുടെയും കയ്യിലിരിക്കുന്നത് വാങ്ങിപ്പിടിക്കുകയാണ്. വീഴ്ച നമ്മുടെ ഭാഗത്താണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങളുടെ മൂല്യമറിയാതെ അപ്പനാരെ അമ്മയാരെ എന്ന
വില അറിഞ്ഞു വളർത്താതെ ഞാൻ അനുഭവിച്ച കഷ്ടതകൾ, ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ എന്റെ മക്കൾ അനുഭവിക്കരുത് എന്ന പുത്രവാത്സല്യത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു അല്ലലും ബുദ്ധിമുട്ടും അനുഭവിപ്പിക്കാതെ അറിയിക്കാതെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അവരോട് ചെയ്യുന്നത് ദ്രോഹമാണ്. മക്കൾ പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ച് അവൻ ആഗ്രഹിക്കുന്നത് എന്തും ഇല്ലാത്ത പണം സമ്പാദിച്ചും കടം വാങ്ങിയും ആരുടെ മുൻപിലും കൈനീട്ടിയും മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരോട് ചെയ്യുന്നത് ദ്രോഹമാണ്. ഇല്ലായ്മ അറിഞ്ഞു വളരുന്ന മക്കൾ ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? അല്ലൽ അനുഭവിപ്പിക്കാതെ മക്കളെ വളർത്തിയപ്പോൾ അതിനുള്ള ഫലം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദേശത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു പൊങ്ങുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണമാണ് അതിന്റെ പരിണത ഫലം. വിദേശത്ത് പോയി സെറ്റിലായ മക്കൾ അപ്പന്റെയോ അമ്മയുടെയോ മരണത്തിന് പോലും ഒരു ടിക്കറ്റ് എടുത്ത് വീട്ടിലേക്ക്, നാട്ടിലേക്ക് വന്ന അവസാന നിമിഷം അപ്പനെയും അമ്മയും ഒരു നോക്ക് കാണാൻ മടിക്കുന്ന, അതിനു മുൻപിൽ ലാഭത്തിന്റെ കണക്ക് നോക്കുന്ന അനുഭവത്തിലേക്ക് തലമുറകൾ മാറിയതിന്റെ കാരണം കുടുംബബന്ധങ്ങളുടെ മൂല്യം അറിയിക്കാതെ അവരെ വളർത്തിയതുകൊണ്ടാണ്. ഇന്ന് മക്കൾ വിദേശത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത്, ഞാൻ ടിക്കറ്റ് എടുത്ത് എമർജൻസി ആയിട്ട് വന്നാൽ ഇത്രയും വലിയ തുക ചെലവാകും, അതിലും എത്രയോ കുറച്ച് പൈസ ആവത്തുള്ളൂ, ഞാൻ അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ എൻ്റെ അപ്പന്റെയോ അമ്മയുടെയോ അന്ത്യകർമ്മങ്ങൾ അച്ഛന്മാർ ചെയ്തുകൊള്ളും എന്ന് ചിന്തിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക്, മക്കളുടെ ദയനീയ തലത്തിലേക്ക് അവരെ തള്ളിവിട്ടത് മാതാപിതാക്കളായ നമ്മൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, അവരിന്ന് ലാഭം വെച്ചാണ് ബന്ധങ്ങളെ, ലാഭത്തിന്റെ ഏറ്റക്കുറച്ചിൽ വെച്ചാണ് ബന്ധങ്ങളെ അവരിന്ന് വിലയിരുത്തുന്നത്. പറയുന്നതിൽ സങ്കടമുണ്ട്. കുഞ്ഞുങ്ങൾ ആരാധന സമയത്ത് കരഞ്ഞാൽ അവരെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അമ്മമാരിൽ എത്ര പേരാണ് കുഞ്ഞിനെ കരച്ചിൽ അടക്കിയതിനു ശേഷം തിരികെ ആലയത്തിൽ വരുന്നത്? തിരികെ ആരും പ്രവേശിക്കുന്നില്ല. സങ്കടമുണ്ട്. കുഞ്ഞുങ്ങൾ കരയുന്നത് ഒരു ലാക്കാക്കി നോക്കിക്കൊണ്ട്, ലാഭമായി കണക്കാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ഉടനെ എടുത്തുകൊണ്ട് ആലയത്തിന് വെളിയിലേക്ക് പോവുകയാണ്. പിന്നെ അവർ തിരിച്ചു വരത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കണ്ട എന്നോ അവരുടെ വിശപ്പ് അകറ്റണ്ട എന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു സാധ്യതയായി കണക്കാക്കി ആലയത്തിന് പുറത്തിരിക്കുന്നവർ ഓർമ്മിച്ചു കൊള്ളണം, നാളെ അവൻ ആലയത്തിൽ അകത്തേക്ക് കടക്കാതിരിക്കുമ്പോൾ പിന്നെ അവനെ കുറ്റപ്പെടുത്തിയിട്ട്, അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാരണമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അവൻ ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കരയാനായിട്ട് തുടങ്ങും. ഉടനെ അമ്മ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും. അവന്റെ മനസ്സിൽ അത് രജിസ്റ്റർ ആവുകയാണ്. ഞാൻ കരഞ്ഞാൽ അമ്മ എടുത്തുകൊണ്ട് പുറത്ത് പോകും. ശരിയല്ലേ? ഞാൻ കരഞ്ഞാൽ അമ്മ എടുത്തുകൊണ്ട് പുറത്തു പോകും, പിന്നെ ആലയത്തിൽ ഇരിക്കണ്ട. ആ കുഞ്ഞെങ്ങനെയാണ് നാളെ ആലയത്തിൽ അച്ചടക്കത്തോടെ ഇരിക്കുക? ആ കുഞ്ഞെങ്ങനെയാണ് നാളെ അച്ചടക്കത്തോടെ ആലയത്തിൽ ഇരിക്കുക? ഈയിടയ്ക്ക് ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ഭവന പ്രതിഷ്ഠ നടക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾ ഓടി നടക്കുകയാണ്. ആ ഭവനത്തിന്റെ ഉടമസ്ഥനായ അവരുടെ കുഞ്ഞുങ്ങൾ. അതിന് കാരണം എന്താ? ദേവാലയത്തിലെ ആരാധനയുടെ പ്രാധാന്യം കുഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. അതിന് കാരണം കരയുമ്പോൾ ഓടിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന അമ്മമാരാണ്. എന്നോട് ആരും പരിഭവപ്പെടരുത്, ഞാൻ വചനത്തിൽ നിന്ന് മാത്രം പറയുന്നു. നമ്മുടെ ആലയത്തിൽ പഴയ ഒരു കപ്പ്യാരുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ബഹുമാനമുള്ള പിതാവാണ്. അദ്ദേഹത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ആവശ്യമില്ലാതെ അൾത്താരയിലേക്ക് കയറിയാലും ആ നിമിഷം അദ്ദേഹം ഓടിയെത്തും, വഴക്ക് പറയും, ശകാരിക്കും, അൾത്താരയ്ക്ക് പുറത്തു നിർത്തും. മൈക്കിൽ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ തട്ടാൻ പാടില്ല, തട്ടിക്കഴിഞ്ഞാൽ ആ അപ്പച്ചൻ അവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ മന്ത് ബാധിച്ച കാലും വേച്ചു പിടിച്ചുകൊണ്ട് ഓടി അവിടെ എത്തിയിട്ട് തുടരുതെന്ന് കർക്കശമായി അദ്ദേഹം ആക്രോശിക്കുമായിരുന്നു. ഇന്നതിന് പറ്റുമോ? ഇന്നത് നമ്മുടെ കപ്പ്യാർ ചെയ്താൽ ഒരു ദിവസമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അനാവശ്യമായ പ്രോത്സാഹനങ്ങൾ മക്കളുടെ ജീവിതങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ. അന്ന് ആ കപ്പ്യാരി ശീലിപ്പിച്ച പാഠങ്ങൾ എന്റെ മനസ്സിൽ ഇന്നുമുണ്ട്. എനിക്ക് അപ്രകാരമുള്ള ശിക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ദേവാലയത്തിന്റെ ഓരോ വസ്തുക്കളും പരിപാവനമാണെന്ന് കാണാനുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി, അന്നത്തെ തലമുറകൾക്കുണ്ടായി. ഇന്ന് അത് ഇല്ലാതായിരിക്കുന്നു. ഇന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പലർക്കും പേടിയാണ്. തെറ്റ് എന്ന് പറയുന്നവർ, തെറ്റാണെന്ന് പറയുന്നവർ ക്രൂശിക്കപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും അടുത്തുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. വി.കെ. സുരേഷ് ബാബു സാർ, യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒത്തിരിയുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. വി.കെ. സുരേഷ് ബാബു സാർ ഈയിടയ്ക്ക് ഏറിലായ വ്യക്തിയാണ്, ഒത്തിരി വൈറലായ വ്യക്തിയാണ്. അദ്ദേഹം വൈറലായതിന്റെ കാരണം ഒന്ന് മാത്രമാണ്: ഇല്ലുമിനാറ്റി, ആഹാ അർമാദം, മാതാപിതാക്കളെ മാപ്പ് എന്നൊക്കെയുള്ള പുതിയ തലമുറകളുടെ ആവേശ പാട്ടുകൾ. ആ പാട്ടുകളുടെ വരികൾ ഇങ്ങനെ ആഘോഷിക്കപ്പെടാൻ പാടുള്ളതല്ല. ആ പാട്ടിലെ വരികൾ തലമുറകളെ തെറ്റിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഒന്നടങ്കം അദ്ദേഹത്തെ ആക്രമിച്ച്, അദ്ദേഹത്തെ മാത്രമെങ്കിലും സഹിക്കാമായിരുന്നു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, എന്തിന് അദ്ദേഹത്തിന്റെ മകളെ പോലും ചേതോവധം ചെയ്യുന്ന നിലയിൽ പ്രതികരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ആ പാട്ടിന്റെ അർത്ഥങ്ങൾ തെറ്റാണ്, അതിങ്ങനെ ആഘോഷിക്കപ്പെടരുത് എന്നാണ്. പാട്ടിന്റെ വരികളൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. ഈ പാട്ടിലെ വരികൾ തലമുറകളെ വഴിതെറ്റിക്കും. വില്ലത്തരവും ഗുണ്ടായിസവുമാണ് ഹീറോയിസം എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് അവരെ പ്രോത്സാഹിപ്പിക്കരുത്. അത് ആ
തലമുറകളെ വഴിതെറ്റിക്കുമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനെതിരായി വന്ന കമന്റുകളിൽ അധികവും പെൺകുഞ്ഞുങ്ങളുടെ പ്രൊഫൈലിൽ നിന്നുണ്ടായിരുന്നതായിരുന്നു. അതാണ് ഏറ്റവും എന്നെ വേദനിപ്പിച്ചൊരു സങ്കടം. അതിൽ വന്ന കമന്റുകളിൽ അധികവും പെൺകുട്ടികളുടെ കമന്റ് ആയിരുന്നു. നിനക്കെന്ത് അവകാശം എന്നൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ നന്മതിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടമായില്ല എങ്കിൽ ഒരിക്കലും അത് നമ്മുടെ തലമുറകൾക്ക് സുഖം അല്ലെങ്കിൽ നന്മ വരുത്തുകയില്ല. നന്മതിന്മകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടമായി കുടുംബങ്ങൾ മാറിയില്ല എങ്കിൽ എൻ ആത്മാവിൻ സ്നേഹമൈപ്പനെ, എൻ ഹൃദയത്തിൻ ആനന്ദമേ, ഇന്ന് നിന്നോട് ചേരുവാൻ ഞാൻ വാഞ്ചയോട് സമീപിക്കുന്നു എന്ന് പാടി പഠിക്കേണ്ട നമ്മുടെ മക്കൾ, എൻ ആത്മാവിൻ സ്നേഹമൈപ്പനെ, എൻ ഹൃദയത്തിൻ ആനന്ദമേ, ഇന്ന് നിന്നോട് ചേരുവാനായി ഞാൻ വാഞ്ചയോടെ കാക്ഷിക്കുന്നേ എന്ന് പാടി പഠിക്കേണ്ട നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് നോക്കി പാടും, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂട്ട്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്കിക്കൊള്ളണമെന്ന് മക്കൾ നമ്മളോട് പറയും. ഇത് ഞാൻ എഴുതിയതല്ല, ഇത് നമ്മുടെയൊക്കെ മക്കൾ ആഘോഷിക്കുന്ന പാട്ടിലെ വരികളാണ് ഞാൻ പറഞ്ഞത്. ആ വരികളുടെ പിന്നീടുള്ള വരികൾ നോക്കുമ്പോൾ പേടി തോന്നും. ആ പാട്ടിന്റെ ഇലുമിനാറ്റി എന്ന പാട്ടിന്റെ ബാക്കി വരികൾ അറിയണമോ? പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് എന്നാണ് ആ വരി പിടിപ്പിക്കുന്നത്, ആ പാട്ട് പിടിപ്പിക്കുന്നത്. കയ്യിൽ അച്ഛൻ പിടിപ്പിക്കുന്ന പെൻസിൽ ഉപയോഗിച്ച് വിദ്യാരംഭം കുറിക്കേണ്ട മക്കൾ പാടി പഠിക്കുകയാണ്, പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത്, തീർന്നില്ല കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. നമ്മുടെ തലമുറ പാടിപ്പഠിക്കുന്ന പാട്ടുകളാണിത് പ്രിയമുള്ളവരെ. ഈ പാട്ടിനെ ചോദ്യം ചെയ്ത മനുഷ്യനാ വി കെ സുരേഷ് ബാബു സാർ. അദ്ദേഹം ഇന്ന് ഏറിലാണ്. ഇപ്പോഴും ആ ഏറിന്റെ അനുഭവം തീർന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നന്മതിന്മകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ്. തിരികെ വീണ്ടും യാക്കോബിലേക്ക് വന്നാൽ ദൈവം അങ്ങനെ തള്ളിക്കളയുന്ന ദൈവമൊന്നുമല്ല. വഴിതെറ്റിപ്പോയെന്ന് വെച്ചിട്ട് ദൈവം തള്ളിക്കളയുന്ന ദൈവമൊന്നുമല്ല. തിരികെ യാക്കോബിലേക്ക് വന്നാൽ യാക്കോബ് തന്റെ ജീവിത വഴികളിൽ ഇടറിപ്പോയെങ്കിലും, താൻ തന്റെ ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങൾ അനുഭവിച്ചുവെങ്കിലും, ഒരുപാട് ദുരിതങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും ഒടുവിൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. യാക്കോബ് കടവിൽ വെച്ച് നീ ആരാകുന്നു, നിന്റെ പേരെന്താകുന്നു എന്ന് ദൈവത്തിന്റെ പ്രതിപുരുഷൻ ചോദിക്കുമ്പോൾ അവിടെ യാക്കോബ് കളവ് പറയുന്നില്ല. അപ്പന്റെ മുൻപിൽ നീ ഏശാവാണോ എന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് പറയുകയാണ്, അതേ, അങ്ങയുടെ മൂത്ത മകൻ ഏശാവാണ് ഞാൻ. അതേ യാക്കോബ് പിന്നീട് ജീവിതാനുഭവങ്ങളിൽ കടന്നുപോയ ദുരന്തങ്ങൾ തന്നെ ഇങ്ങനെ കടന്നുപോയപ്പോൾ താൻ പാഠം ഉൾക്കൊണ്ടു, തിരിച്ചറിവിലേക്ക് വന്നു. യാക്കോബ് കടവിൽ ദൈവാത്മാവ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ പേര് യാക്കോബ് എന്നാണ്. അവന് തിരിച്ചറിവുണ്ടായി. അവൻ ദൈവസന്നിധിയിൽ സത്യം പറയാൻ ആരംഭിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം പറഞ്ഞ മറുപടി ഇതാണ്, നീ ഇന്നു മുതൽ യാക്കോബല്ല, എന്താണ്, നീ ഇന്നു മുതൽ ഇസ്രായേൽ ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തെറ്റിപ്പോയി എന്നതുകൊണ്ട് അവിടെ അവസാനിച്ചു എന്ന് ആരും ചിന്തിക്കുകയൊന്നും വേണ്ട. യാക്കോബിനെ തിരികെ വരുത്തിയ ദൈവം, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം, അവനെ ഇസ്രായേലായി ഉയർത്തിയ ദൈവം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ പദവി നൽകി അനുഗ്രഹിച്ച ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. പക്ഷേ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട്. അതാണ് വളരെ ശ്രദ്ധേയം. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം ഉറച്ചു നിന്നു. നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ തലമുറകളെ അനുഗ്രഹിക്കും. ആ വാഗ്ദത്തത്തിൽ ദൈവം ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒത്തിരി ഇടങ്ങളിൽ വീണുപോയിട്ടും നമ്മയൊക്കെ ദൈവം ഇങ്ങനെ നിർത്തുന്നത് ആ ഉടമ്പടിയിൽ ദൈവം വിശ്വസനായതുകൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും മിടുക്ക് കൊണ്ടൊന്നുമല്ല നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ദൈവം വെച്ച ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തൻ ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, യാക്കോബിന് തന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. യാക്കോബിന് തന്റെ തെറ്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് അറിയാമോ? നമ്മളിന്ന് വായിക്കേണ്ട വേദഭാഗം, പഴയ നിയമം, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഏശാവ് തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് തന്റെ സകല സമസ്താപാരാധനങ്ങളും ഏറ്റുപറഞ്ഞ് 7 പ്രാവശ്യം സാഷ്ടാംഗം വീണ് ഏശാവിനെ നമസ്കരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സഹോദരൻ വരുന്നത് കണ്ടപ്പോൾ കുറ്റം മറച്ചു പിടിക്കാതെ തെറ്റിനെ തെറ്റായി അംഗീകരിച്ച് ഏശാവിന്റെ മുൻപിൽ കുടുംബസമേതം കവിണ് വീഴുന്ന യാക്കോബിനെ ഏശാവ് എന്ന് ആശ്ലേഷിക്കുകയാണ്. തന്നെ കൊന്നുകളയുമെന്ന് ഭയന്നിരുന്ന തന്റെ സഹോദരൻ തന്നെ ഇങ്ങനെ ആശ്ലേഷിക്കുകയാണ്. മടങ്ങി വരവിന്റെ അനുഭവം ഒട്ടും വിദൂരമല്ല പ്രിയമുള്ളവരെ. ചെയ്തതും ചെയ്യുന്നതും തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു മടങ്ങി വരവിനെങ്കിലും സാധ്യതയുള്ളൂ. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടുകൂടി ആദ്യ കൽപ്പനയാകും. നിന്നെ കേൾക്കുന്ന എൻ്റെ മക്കളെ, ദൈവം കണ്ടീഷൻ വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കൽപ്പനയേ ഉള്ളൂ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പൻ പറയുന്ന വാക്ക്, അമ്മയുടെ കരച്ചിലിനെ വൈവാക്കായി തള്ളിക്കളയരുത്.
അതനുസരിക്കണം, അത് ശിരസാൽ വഹിക്കണം. എങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അച്ഛൻ പറയുന്നത് സമയമായി. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ജീവിതത്തിലെ ദൈവിക അനുഗ്രഹത്തിനും സുവിശേഷ ഭാഗത്തിലെ ധൂർത്തുപുത്രന്റെ മടങ്ങിവരവിനും ആ ധൂർത്തുപുത്രന്റെ അപ്പന്റെ ആശ്ലേഷത്തിനും ഒക്കെ കാരണമായി തീർന്നത് അവന് മനസ്സാന്തരം, അവന് മനംതിരിവ്, അവന് തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങൾ തെറ്റുകളെ, തിന്മകളെ ചൂണ്ടിക്കാണിക്കുന്ന, നന്മതിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ഇടമായി പരിണമിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബം എല്ലാവിധത്തിലുമുള്ള സൗഖ്യത്തിന്റെ ഇടമായി പരിണമിക്കും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ സൗഖ്യത്തിന്റെ ഇടമായി, എല്ലാ തരത്തിലുമുള്ള സൗഖ്യത്തിന്റെ ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം അർപ്പിക്കുന്ന ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.